അപ്പൊ ഞങ്ങൾ വീണ്ടും വെറ്റ്സ് ആൻഡ് പെറ്റ്സ്, അതായത് നമ്മുടെ ഡോഗിന്റെ റിവ്യൂ ഡേറ്റ് ആയിരുന്നു ഇന്ന്. അപ്പൊ ഞങ്ങൾ വീണ്ടും വെറ്റ്സ് ആൻഡ് പെറ്റ്സിൽ വന്നതാണ്. അപ്പൊ ഇവളെ ഞാൻ അവിടെ കയറി വരുന്ന വഴിയിൽ കണ്ടു. പക്ഷെ അവിടെ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇവള് കടിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അകത്ത് ഇവിടെ വന്ന് ഇങ്ങനെ നമ്മുടെ മെഡിസിൻസ് ഒക്കെ ഒന്ന് നോക്കുമായിരുന്നു. അതായിരുന്നു മെഡിസിൻസ് ഒക്കെ ഒന്ന് നോക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഇവിടെ ഒന്ന് കിടന്നു. അപ്പൊ ഞാൻ വിളിച്ചു അദ്ദേഹത്തെ ഒന്ന്, അയ്യോ കടിക്കല്ലേ മോനെ, എനിക്ക് പേടിയാ, പട്ടിനെ കടിക്കാൻ കൊള്ളും, പക്ഷെ പൂച്ചനെ എനിക്ക് പേടിയാ. എനിക്ക് പേടിയാടാ പൂച്ചനെ, എനിക്ക് പൂച്ചയുടെ ഉടല് ഭയങ്കര പേടിയാ. ഇത് മൊത്തം പട്ടിയല്ലിയ പാടുകളാണ്. സൂം ചെയ്യണ്ടല്ലോ, ഇതെല്ലാം പട്ടിയല്ലിയാണ്. പക്ഷെ എനിക്ക് പൂച്ച ഭയങ്കര പേടിയാ, പേടിയാ പേടിയാ, കടിക്കരുത് കടിക്കരുത്. ഇവളുടെ പേര് എന്തിട്ടാടാ? പേര് ഞാൻ ചോദിച്ചില്ല കേട്ടോ, നമുക്ക് പേരൊന്നും അങ്ങനെ വിഷയമല്ല. നമ്മുടെ വെറുതെ ഇരിക്കുന്ന എന്നെ ഒന്ന് കടിക്കുന്നുണ്ട്, ഇനി ആള് കൊള്ളാലോ. ഇങ്ങനെയാണോ ഒരു സ്ഥാപനത്തിൽ വരുമ്പോ പെരുമാറുന്നത്? ഒരു സ്ഥാപനത്തിൽ വരുമ്പോ സ്ഥാപനത്തിന്റെ ഉടമസ്ഥ ഇതിങ്ങനെയാണോ പെരുമാറുന്നത്? ഇവിടെ ദേഷ്യപ്പെടുന്ന എന്നോട്. എന്നാ ചോദിക്കട്ടെ നീ, എന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ. ഞങ്ങൾ ഇവിടെ സാധനം നോക്കാൻ വന്നല്ലേ. സാധനം നോക്കാൻ വരുന്നവരോട് ഇങ്ങനെയാ പെരുമാറുന്നത്? ഇങ്ങനെയൊക്കെ പെരുമാറി ഇവിടെ ആരെങ്കിലും വരുമോ? ഇനി പേഷ്യൻസ് വരുമോ അവിടെ ഇങ്ങനെ പെരുമാറി കഴിഞ്ഞാ? ബാഹുവിന്റെ കൂട്ടുണ്ട്, ബാഹുവിന്റെ അതേ സ്വഭാവം. ഇവിടെ മടി നീ എന്നെ ചോദിക്കട്ടെ നീ. ഭാഗ്യം നഖം ഇറക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ അവളെ എന്നോട് ദേഷ്യത്തിലല്ല നഖം ഇറക്കിയാണ്. അപ്പൊ നീ വന്നേ ചോദിക്കട്ടെ. ഞാൻ ആദ്യം തുടങ്ങിയത് പൂച്ചയെന്നാണ്. എനിക്ക് പണ്ട് ഭയങ്കര പൂച്ചയായിരുന്നു, പക്ഷെ പിന്നീടാണ് പട്ടിയ. ഇല്ലടാ നഖം ഇറക്കിയിട്ടില്ല. ഇടിക്കും ഞാൻ. എനിക്കറിയാൻ വേണ്ടി തന്നെ, ഞാൻ ട്രെയിനറാ, ഡോഗ് ട്രെയിനറാ. എനിക്കറിയാവോ നിനക്ക്? എനിക്ക് പണ്ട് പൂച്ചയുള്ളപ്പോ ഇങ്ങനെ കാണിക്കായിരുന്നു, ഇങ്ങനെ കാണിക്കും. അപ്പൊ അത് ചാടി ഒന്ന് പിടിക്കും. ഞങ്ങളിപ്പം ഇവിടെ റിസപ്ഷനിൽ വന്നിട്ട് അവന്റെ റിവ്യൂ ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കും. അപ്പൊ നല്ല തിരക്കുണ്ട് ഇവിടെ, അപ്പം സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് കയറി ഇവിടുത്തെ സാധനങ്ങളൊക്കെ നോക്കിയതായിരുന്നു. ഞാൻ നല്ലവർക്ക് നല്ലവൻ. ഇതെന്നെ അറ്റാക്ക് ചെയ്യുന്നു ഗൈസ്. ഇവിടെ എനിക്കൊരു പരിചയമില്ല, പക്ഷെ ഇവള് വന്ന് തന്നെ അറ്റാക്ക് ചെയ്യുകയാണ്. പുലിയുടെ കൂട്ടുണ്ട് അവളുടെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ ബാഹുബലിയുടെ സ്വഭാവമായി കാണിക്കുന്ന കേട്ടോ. കടിക്കുന്നില്ല കേട്ടോ, ബാഹു ഇറക്കുന്നില്ല, ഭാഗ്യം. അമ്മടി നീ ആള് കൊള്ളാലോടി, നീ കൊള്ളാലോ നീ. കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നപ്പോൾ ഒരു പറഞ്ഞ് കടിക്കുന്നു കേട്ടോ. നീ നമ്മുടെ ചേട്ടന്റെ വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു. ആ പൂച്ച ആരെ കണ്ണിനെ ഓടിച്ചിട്ട് കടിക്കുമായിരുന്നു. അതുകൊണ്ട് മറ്റേ എല്ലാവർക്കും പേടിയായിരുന്നു അതിനെ. പക്ഷെ ഇവള്, ഞാൻ ഇനി ക്യാമറ നോക്കാണ്ട് വീഡിയോ എടുക്കണം കേട്ടോ. പണ്ട് എനിക്ക് കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടം, പട്ടിയെക്കാട്ടി ഇഷ്ടം പൂച്ചയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ പൂച്ചയാണ് തുടങ്ങിയത്. ഒരു പൂച്ചയെ കുറെ വർഷം വളർത്തി കഴിഞ്ഞ് മരിച്ചു പോകുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് വിഷമമായി, സങ്കടമായി, കരച്ചിലായി. അപ്പൊ പിന്നെ ഇനി പൂച്ച എടുക്കരുതെന്ന് വീട്ടിൽ പറഞ്ഞു. അയ്യോ അദ്ദേഹം കളിക്കും കേട്ടോ. അദ്ദേഹം മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കടിക്കുന്നുണ്ടോ? നോവിക്കാണ്ട് അദ്ദേഹം നോക്കുന്നുണ്ട് കേട്ടോ. നോവിക്കാണ്ട് കടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് നൊന്ത്, എനിക്ക് ശരിക്കും നൊന്ത്. എന്റെ ബാഹുബലി കടിക്കുന്ന പോലെ എനിക്ക് നൊന്ത്. പൂച്ചയ്ക്കും നമ്മുടെ ജാക്രസെറ്ററി ഇരിക്കില്ലേ, ഡാഷിനൊക്കെ ഭയങ്കര സഡൻ, ഭയങ്കര റിഫ്ലക്സസ് ആണെന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പാമ്പിനെയൊക്കെ പിടിക്കും.